നമ്പർ അന്വേഷിച്ച് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നിങ്ങള് പിന്നെ നമ്മള് ഇതുപോലെ വളരെ മോശമായിട്ടാണല്ലോ അവരെ അവതരിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മോശമായിട്ടൊന്നും അവതരിപ്പിച്ചു, അവരുടെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ അവരെ അവതരിപ്പിച്ചത്. അപ്പൊ അതൊരിക്കലും മോശമായ ഒരു കാര്യമല്ല ഒരാളെ അവതരിപ്പിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത്. മാത്രമല്ല ഒരാളെ അത്രയും ലോകം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവരെ നമ്മൾ അവതരിപ്പിക്കൂ. ഇപ്പൊ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതല്ലാതെ ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങത്തില്ല. ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രമായിട്ട് അങ്ങനെ ഇറങ്ങില്ലേ, ഇറങ്ങിയതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. പത്മ ചേച്ചിയായിരുന്നോ കളിയാക്കിയത് അതോ ഇമിറ്റേറ്റ് ചെയ്തത് അതോ ലീഡറിനെയായിരുന്നോ? പത്മ ചേച്ചിയായിരുന്നു. അപ്പൊ പത്മ ചേച്ചി അത് മനസ്സിലാക്കണം അല്ലെ? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞാനത് ചെയ്തപ്പോ അവര് ജസ്റ്റ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തു നമ്മളടുത്ത്, അങ്ങനെ ഒരാള് പെണ്ണ് ചെയ്താൽ കുഴപ്പമില്ല, ഒരാണ് ചെയ്യുമ്പോ അതിന്റേതായ ഒരു വിഷമമുണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. രാജാ സഹബ് എന്ന കലാകാരനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടും കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ ശുഭരാത്രിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ തൽക്കാലം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അടുത്ത ശുഭരാത്രിയിൽ നാളെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചറിയാം. അതുവരേക്കും ശുഭരാത്രി.